ഇന്ന് അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ടിഫിൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പരിപ്പൊന്നും വേണ്ട, തക്കാളിയും സവാളയും മാത്രം മതി. 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേകാനായിട്ട് വെക്കണം. വെന്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പം നമ്മൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കിയെടുക്കാം. തീരെ നൈസായിട്ട് പേസ്റ്റാക്കണ്ട, കുറച്ചൊരു തരിതരിയായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഈ തൊലിയൊക്കെ കളഞ്ഞ് തക്കാളിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുവാണ്. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് തരിതരിയായിട്ടിരിക്കും. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയോ പാനോ ചൂടായി കഴിയുമ്പം ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വറ്റൽമുളകും ഫ്രഷായിട്ടുള്ള കരിവേപ്പിലയും കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, കായപ്പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടാൻ നേരത്ത്. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ഏത് സാമ്പാർ പൊടിയാണോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആ സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി ആ പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. അന്നേരം ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും സാമ്പാർ. അത് കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ തക്കാളി സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.